ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം. ഞങ്ങൾ അങ്ങനെ വേളാങ്കണ്ണിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ഇറങ്ങി ഒരു 6 മണിക്കായപ്പോൾ ഇറങ്ങി. ഒരു വൈകുന്നേരം 5:30-6 മണി വരെ ഡ്രൈവ് ഉണ്ട്. അപ്പോഴത്തേക്ക് അങ്ങ് ചെല്ലത്തുള്ളൂ. ഞങ്ങളിപ്പോൾ ഇവിടെ ഒരിടത്ത് റെസ്റ്റ് എടുക്കുവാണ്. പിന്നെ എന്തൊക്കെയുണ്ട് ചക്കു വിശേഷം? എങ്ങനെയുണ്ട് നമ്മുടെ ഡ്രൈവ്? നമ്മൾ എങ്ങോട്ടാണ് ഇപ്പോൾ പോണേ? രണ്ട് സ്ഥലം ഫുള്ള് തെങ്ങാണല്ലോ. സൂപ്പർ മലയും. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴി നല്ലൊരു പ്ലേസ് കണ്ടേ. അങ്ങനെ ഞങ്ങളിവിടെ നിർത്തിയതാണ്. ചക്കുപ്പിക്ക് ഇവിടെ പശുവിനെയും പിന്നെ നെൽപ്പാടമൊക്കെ കാണുമെന്ന് പറഞ്ഞാൽ അങ്ങനെ കൊണ്ട് നിർത്തിയതാണ്. ആണോ, നല്ല രസമില്ലേ ആ സ്ഥലം കാണാനായിട്ട്? ചക്കുപ്പി, നീ വെള്ളത്തിൽ കളിക്കുമ്പോൾ ഞങ്ങളത് അപ്പുറത്ത് വരുന്നുണ്ട്. നോക്ക് നോക്ക് നോക്ക്. എല്ലാം ഒരേ കളറേ. ഞങ്ങളതിന് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊരു ബിരിയാണി കട വന്നിട്ടുണ്ട്. നല്ല മിനിമലായിട്ട് ഡിസൈനൊക്കെ ഉള്ള നല്ലൊരു കട. ഇന്നലെ ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡ് ബിരിയാണി, ചിക്കൻ ബിരിയാണി. നല്ല എരി ആയതുകൊണ്ട് കളർ തന്നെ ഉണ്ടല്ലേ, ഭയങ്കര സമോസ മാത്രം കഴിക്കുന്നുള്ളത്. ഇവരെ കാണിച്ചു. അതുകൊണ്ട് ചക്കപ്പിക്ക് ഒരു എഗ് നൂഡിൽസ് മേടിക്കാൻ വെച്ചു. അങ്ങനെ അത് ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വരുമായിരിക്കും. ഹലോ, രാവിലെ നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ കാണിച്ചുതരാം എല്ലാവർക്കും. നല്ല കിട്ടിലും വ്യൂ ആണ് ഇവിടെ രാവിലെ. കണ്ടോ, ഇതാണ് ഞങ്ങളുടെ റൂമിൽ നിന്നുള്ള രാവിലത്തെ വ്യൂ. ബീച്ച് വ്യൂ ഉള്ളൊരു ഹോട്ടലിലാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത്. ഞങ്ങളിന്ന് രാത്രി താമസിച്ചാണ് വന്നത്. റോഡൊക്കെ ഭയങ്കര ബ്ലോക്കും പണിയും മഴയും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് അങ്ങ് താമസിച്ച്. ഞാനൊരു കാര്യം പറയാം. പറ. അവിടെ ഒരു തുരുത്ത് പോലൊരു സംഭവം ഉണ്ട് കേട്ടോ. ഈ പാലം കയറി പോകുന്നത് അതിലേക്കാണ്. രാവിലെ എല്ലാവരും മീനെ പിടിക്കാൻ പോകാൻ തോന്നും. എല്ലാവരും ബോട്ടൊക്കെ റെഡിയാക്കുന്നു. ഇനി ഞങ്ങൾ കുളിച്ച് റെഡിയായി. ഞങ്ങൾ പള്ളിയിലോട്ട് പോട്ടെ. 9 മണിക്കാണ് അവിടെ 9 മണിക്ക് അവിടെ മലയാളം കുർബാന ഉണ്ടെന്ന്. എന്നിട്ട് നമുക്ക് ആണോ, നമ്മളിപ്പോ ബീച്ചിലുള്ള ചക്കുപ്പി ഇവിടെ രാവിലെ ബീച്ചൊക്കെ കണ്ട് കിളി പോയി നിൽക്കുക. അങ്ങോട്ടേ കോപ്പി ഞങ്ങളിങ്ങനെ വേളാങ്കണ്ണി പള്ളിയിലോട്ട് പോവാണ്. രാവിലെ നല്ല തിരക്കാണ് ഇവിടെ.
രാവിലെ അമ്മൂസിന് അവിടുത്തെ കുർബാന കൂടണം. അപ്പം അങ്ങനെ ഇവിടുത്തെ മലയാളം കുർബാന 9 മണിക്കാണ്. അപ്പോൾ നമ്മളവിടെ പള്ളിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഫുഡൊക്കെ കഴിച്ചു. ഒരു ശരവണഭവൻ ഉണ്ടായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു അത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പൂരി കഴിച്ചു. അവിടെ നേരെ നമ്മൾ ഈ പള്ളിയിലോട്ട് പോവാണ്. ഇവിടാണ് രാവിലെ മോർണിംഗ് സ്റ്റാർ ചർച്ച്. അവിടെ വലിയ യേശുവിൻ്റെ ഒരു പ്രതിമയുണ്ട്. ഇതാണ് ഇവിടുത്തെ മോർണിംഗ് സ്റ്റാർ ചർച്ച്. അമ്മൂസ് പെട്ടെന്ന് നടന്നു പോകണം അവിടെ പ്രാർത്ഥനയ്ക്ക് കയറാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് ഇപ്പോൾ കുർബാന കഴിഞ്ഞിട്ട് ഇറങ്ങി, എല്ലാവരും പോയി. ഇനി അടുത്ത ചർച്ചിലോട്ട് പോട്ടെ. ഈ പള്ളിയുടെ ചുറ്റിനും ചർച്ച ഉണ്ട് കേട്ടോ, ഒത്തിരി കുറേ. ഇതാണ് ഇവിടുത്തെ മോർണിംഗ് സ്റ്റാർ ചർച്ച്. ഇതിന് ചുറ്റിനും കുറേ പള്ളിയുണ്ട്. ഇവിടെയാണ് രാവിലെ ഇപ്പോൾ കുർബാനയ്ക്ക് വന്നിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് നമുക്ക് അടുത്ത പള്ളിയിൽ പോകണം. ഇനി മെയിൻ പള്ളി ഇവിടെ അല്ല, ഞങ്ങൾ താമസിക്കുന്നതിന് തൊട്ടടുത്താണ് മെയിൻ പള്ളി. അവിടെ നിന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം ഉണ്ട് ഇവിടേക്ക്. നമ്മൾ രാവിലെ വന്ന മോർണിംഗ് സ്റ്റാർ ചർച്ച്. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അടുത്ത വേറൊരു ചർച്ച് ലെഫ്റ്റ് സൈഡിലുണ്ട്. അവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റ് വേറൊരു ചർച്ച്. പിന്നെ ഇവിടുന്ന് അങ്ങേറ്റത്ത് വേറൊരു ചർച്ച. നമ്മൾ ഈ കിടക്കുന്ന മണ്ണിനകത്തോടാണ് നമ്മൾ മുട്ടിലഴിഞ്ഞ് നേർച്ചയൊക്കെ നേരുന്നവർ പോകുന്നത്. ഇവിടെ നിന്ന് മുട്ടിലഴിഞ്ഞ് അവിടെ ഒരു കമ്പിയുണ്ട്. ആ കമ്പിയിലുള്ള പോയി പ്രാർത്ഥിക്കണം. ആ ലാസ്റ്റ് കാണുന്നതാണ് മെയിൻ ചർച്ച്. അവിടെ നിന്ന് അങ്ങേ അറ്റത്തോന്ന് വേണം നമ്മൾ മുട്ടിലഴിഞ്ഞ് നേർച്ച തന്നെ. അവിടെ നിന്ന് നേരെ ഇവിടെ നിന്ന് നടന്ന് ഈ മണ്ണിനകത്തൂടെ അങ്ങ് വരെ പോകണം. ഇപ്പം ഉച്ചയ്ക്ക് നല്ല ചൂടാണ്.
എന്നിട്ട് ആൾക്കാർ അവിടെ നിന്ന് നേരത്തെ വന്ന് വരുന്നുണ്ട്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ വേറൊരു പള്ളിയിലോട്ട് വന്നു. ഇവിടെയാണ് മാതാവിൻ്റെ പരിശുദ്ധമായ ഒരു കുളമുള്ളത്. ഇവിടെ ഇരിക്കുന്നത് ആ കുളത്തിന് ചുറ്റുമാണ് ഈ ആൾക്കാരെല്ലാം കൂടി നോക്കുന്നത്. മുമ്പേ ആ പള്ളിയുടെ അവിടെ നിന്നാണ് വന്നത്. പിന്നെ അവിടുന്ന് ഈ പള്ളിയുടെ വന്നു. ഇവിടെ അമ്മൂസ് അതിനകത്ത് പ്രാർത്ഥിക്കാൻ പോയി. ഞാനും ചക്കുപ്പി അവിടെ നിൽപ്പുണ്ട്. ചക്കുപ്പിക്ക് വിശന്നിട്ട് ഇവിടെ ഇരിക്കുന്നു. ഇനി പോയി മേടിച്ചു കൊടുക്കണം. പിന്നെ അവിടെ മാതാവിൻ്റെ രൂപമുണ്ട്. പിന്നെ അവിടെയാണ് ഹോളി വാട്ടർ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുപ്പി മേടിച്ചുകൊണ്ട് വരണം. അത് നമ്മുടെ അമ്മക്കുട്ടി വരുന്നുണ്ട് പ്രാർത്ഥിച്ചിട്ട്. ഇവിടെ നിന്നാണ് എണ്ണയ്ക്കും വെള്ളത്തിനൊക്കെ ഉള്ള കുപ്പി മേടിക്കണം. നമ്മൾ ഈ കുപ്പി മേടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ക്യൂ ഉണ്ട്. ക്യൂ മേടിക്കണം. എന്നിട്ട് നമ്മൾ നേരെ അങ്ങ് ദൂരെ കാണുന്ന ആ ബിൽഡിങ്ങിനകത്ത് പോയിട്ടുണ്ട് നമ്മൾ വെള്ളമൊക്കെ മേടിച്ചോണ്ട് വരും. പിന്നെ ഈ കാണുന്ന മരത്തിലൊക്കെയാണ് അവർ നേർച്ചയൊക്കെ കിട്ടുന്ന ചരടും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഈ ചർച്ചിൻ്റെ ഇവിടെ നിന്ന് നമ്മളിപ്പം അടുത്ത ചർച്ചിലോട്ട് പോകും. അമ്മൂസ് വെള്ളം മേടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കുപ്പി മേടിക്കാൻ വേണ്ടി പോയി നിൽക്കുവാണ്. അവിടെ ക്യൂ ഉണ്ട്. വെള്ളത്തിനും എണ്ണയ്ക്കൊക്കെ 10-15 രൂപയ്ക്കേ ഉള്ളൂ. അതിൻ്റെ കുപ്പിയാണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. കുപ്പി ഇവിടെ നിന്ന് മേടിച്ചോണ്ട് പോകണം. അങ്ങനെ നമ്മൾ കുപ്പിയൊക്കെ മേടിച്ചു. അങ്ങനെ കുപ്പി മേടിച്ചിട്ട് ആ കുപ്പിയിൽ ഇവിടുത്തെ ഹോളി വാട്ടർ മേടിക്കാൻ വേണ്ടിയിട്ട് ഈ കൗണ്ടറിൽ കൊണ്ട് കുപ്പി കൊടുക്കണം. എണ്ണ നമുക്ക് അവിടെ നിന്ന് കിട്ടും. പക്ഷേ കുഞ്ഞൊരു കുപ്പി എണ്ണ കിട്ടുന്നത് 15 രൂപയ്ക്ക്. പിന്നെ വീട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പോൾ ഉള്ള എണ്ണ ഇരിപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ വേറെ മേടിച്ചില്ല. എൻ്റെ ഒരെണ്ണം ഒരു കുഞ്ഞു കുപ്പി മേടിച്ചു കേട്ടോ. അതുകൊണ്ട് വേറെ ഒന്നും മേടിച്ചില്ല അധികം. ഇതാണ് നമ്മുടെ ഹോളി വാട്ടർ നിറച്ച കുപ്പി. മാതാവിൻ്റെ രൂപമുള്ളൊരു കുപ്പിയാണ്. നേരത്തെ നമ്മൾ കഴിഞ്ഞ വർഷം മേടിച്ച വെള്ളത്തിന് നല്ല ഉപ്പായിരുന്നു. പക്ഷേ ഇപ്പം മേടിച്ച വെള്ളത്തിന് ഉപ്പൊന്നും അങ്ങനെ ഒരു ഇപ്പം എണ്ണക്കുപ്പി വെള്ളത്തിന് കുപ്പി സെയിം കളർ സെയിം സാധനം തന്നെ. കഴിഞ്ഞ വർഷം ഗ്രീൻ കളറായിരുന്നു. നമ്മുടെ വീട്ടിൽ ഇരിപ്പുണ്ട്. വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ കാണിക്കും. ചക്കുപ്പിക്ക് ദാഹിക്കുന്നുണ്ട്. ചക്കുപ്പിക്ക് ഒരു വെള്ളം വെക്കും. നമ്മളിങ്ങനെ ഹോളി വാട്ടറൊക്കെ മേടിച്ച് അവിടെ നേരെ വന്ന് ഇവിടെ വലിയൊരു രൂപമുണ്ട്. ആ രൂപത്തിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. എല്ലാവരും അനുഗ്രഹിക്കാൻ നിൽക്കുന്ന പോലെ ഒരു വലിയ രൂപം. അങ്ങനെ നമ്മൾ ആ ദൂരെ കാണുന്ന യേശുവിൻ്റെ രൂപത്തിൻ്റെ അവിടെ നിന്ന് നടന്ന് നമ്മൾ മെയിൻ റോഡിൽ വന്നു. മെയിൻ റോഡിൽ വന്നു കഴിയുമ്പോൾ ഇടത്തെ സൈഡിൽ ഒരു കുഞ്ഞു പള്ളിയുണ്ട്. അതല്ല മെയിൻ പള്ളി. ഇവിടെ കാണുന്ന ഈ വലിയ പള്ളിയാണ് ഇവിടുത്തെ മെയിൻ പള്ളി. നമ്മളിനിയും അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ റോഡ് ക്രോസ് ചെയ്ത് പോകണം. പിന്നെ അവിടെ നിന്ന് റൈറ്റ് സൈഡിൽ വീണ്ടും വേറൊരു പള്ളിയുണ്ട്. അവിടെ നമ്മൾ പോയില്ല. നമ്മൾ വൈകുന്നേരം വരുമ്പം പോകാമെന്ന് വെച്ചു. അല്ലെങ്കിൽ നമ്മളിപ്പോൾ പോവുകയാണെങ്കിൽ ഒന്നുകൂടെ കാണിക്കണം. ഇപ്പം നമ്മുടെ വലിയ പള്ളിയാണ്. നമ്മൾ യേശുവിൻ്റെ വലിയ രൂപത്തിൻ്റെ അവിടെ നിന്ന് വരുമ്പം വലത്തോട്ട് നോക്കുമ്പോൾ കാണുന്നതാണ് നമ്മൾ മുട്ടിലഴിഞ്ഞ് പോകുന്നത്. ഈ മണ്ണിൽ കൂടെയാണ് മുട്ടിലഴിഞ്ഞ് പോകുന്നത്. ഇവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റ് വരുന്നത് നമ്മുടെ വേളാങ്കണ്ണി മെയിൻ പള്ളി, മെയിൻ ചർച്ചാണ്. ഇപ്പോൾ നമ്മളിത് മെയിൻ ചർച്ചിലോട്ട് പോകാം. മെയിൻ ചർച്ചിൻ്റെ കവാടത്തിനുള്ളിൽ നമ്മൾ കയറി ഗേറ്റിനകത്ത് നല്ല തിരക്കാണ് മെയിൻ ചർച്ചിൻ്റെ അവിടെ. അങ്ങനെയാണ് ഇപ്പം വേളാങ്കണ്ണി മെയിൻ പള്ളിയുടെ അവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ പള്ളിയും കാണാൻ പറ്റും കേട്ടോ.